യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ എം.എൻ. ഗോവിന്ദൻകുട്ടി സർ അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് VP സജീന്ദ്രൻ അവർ, ഇന്ന് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനും മുഖ്യമായ സന്ദേശം നൽകുവാനും ഇവിടെ എത്തിയിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോളേജുകളുടെ മാനേജരും നമ്മുടെ അടുത്ത ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയുമായ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറായിരിക്കുന്ന ശ്രീ TK പോൾ അവർ, ഈ സ്കൂളിന്റെ ലോക്കൽ മാനേജരായി പ്രവർത്തിക്കുന്ന അച്ഛൻ, നമ്മുടെ വടവുകോട് സെന്റ് മേരീസ് ഇടവക വികാരിയായിരിക്കുന്ന ഫാദർ ഡോക്ടർ കുര്യാക്കോസ് തമ്മിക്കോട് അവർ, വാർഡ് മെമ്പർ ശ്രീമതി ഷൈനി ഷാജി അവർ, തൊട്ടടുത്ത വാർഡിന്റെ മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാഡം, ഇവിടെ നല്ല പ്രതീക്ഷകളുമായി കുട്ടികളുമായി എത്തിയിരിക്കുന്ന ബഹുമാന്യരായ രക്ഷാകർത്ത സുഹൃത്തുക്കളെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ സഹപ്രവർത്തകരായ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. എനിക്കിവിടെ എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ന് പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയനുസരിച്ച് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ 8-ാം തീയതിയിലേക്ക് ആണ് തുടങ്ങുന്നത് എന്നൊരു വാർത്ത വന്നിരുന്നു. നമുക്കറിയാം, നമ്മുടെ പല സർക്കാർ കാര്യങ്ങളാണ്, പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഉദ്ഘാടന സമ്മേളനവും അതിനെ തുടർന്നുള്ള പരിപാടികളും ഒക്കെ തന്നെ നമ്മൾ ആഴ്ചകൾക്ക് മുമ്പേ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്, പലർക്കും ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ഘാടന സമ്മേളനം ഇന്ന് തന്നെ മാറ്റിവെക്കാതെ നടത്തുകയും സർക്കാർ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ക്ലാസുകൾ 8-ാം തീയതി തിങ്കളാഴ്ച തന്നെ ആരംഭിക്കുകയും ചെയ്യുമെന്ന് ആമുഖമായി പറയട്ടെ. അത് നമ്മൾ ഒരിക്കലും ഈ പ്രോഗ്രാം സർക്കാർ ഡയറക്ഷന് വിരുദ്ധമായിട്ടല്ല നടത്തുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആമുഖമായി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഹയർ സെക്കൻഡറി ക്ലാസുകളിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് കൂടുതലായും എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവരെ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട രക്ഷാകർത്ത സുഹൃത്തുക്കളും ഉണ്ട്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പാരമ്പര്യമുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണ്. ഏതാണ്ട് 75 വർഷം മുമ്പ് വിദ്യാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അതേ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർഷങ്ങളായി രാജശ്രീ സ്കൂളിന്റെ പേര് പല തരത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അക്കാഡമിക് രംഗത്തും മറ്റും ഒക്കെ തന്നെ ഈ സ്കൂളിന് എത്രയോ വർഷം മുമ്പ് തന്നെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ രാജശ്രീ സ്കൂളിന്റെ പേരുകൾ പത്രദ്വാര വായിച്ചറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ പ്രധാന ചുമതലക്കാരനായി ഇവിടെ വന്ന് സേവനം അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് ഉള്ള ഏക ഒരു അഭിമാനം അതാണ്. ഇത്തരം പാരമ്പര്യമുള്ള ഒരു വിദ്യാലയത്തിലാണ് ആദ്യമായി എനിക്കിവിടെ നിയമനം കിട്ടിയത് എന്നുള്ളതാണ്. ആ ഒരു പാരമ്പര്യത്തിൽ ഉയർന്ന തരത്തിലുള്ള അക്കാഡമിക് രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യമായ ഇടപെടൽ രംഗത്തും ഒക്കെ നമ്മൾ വളരെ ശക്തമായി ഇടപെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം മികച്ച ഒരു വർഷമായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. സംസ്ഥാന ആവറേജിനേക്കാൾ ഉയരത്തിൽ, സംസ്ഥാന ആവറേജ് ഏതാണ്ട് 80%, 80.1% സംസ്ഥാന ആവറേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മുടെ സ്കൂളിന് റിസൾട്ട് എന്ന അർത്ഥത്തിൽ ആകമാന റിസൾട്ട് പരിശോധിക്കുമ്പോൾ 90.2% റിസൾട്ടിലേക്ക് നമുക്ക് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിൽ തന്നെ കൊമേഴ്സിലെ റെക്കോർഡ് വിജയം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അത്തരത്തിൽ അക്കാഡമിക് രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം അധ്യാപകരുടെ നേതൃത്വം ഉണ്ട് എന്നുള്ളത് ഏറ്റവും നല്ല, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാഠ്യേതര രംഗത്ത് നമ്മൾ കഴിഞ്ഞ ഒരു അക്കാഡമിക് ഇയറിൽ ജില്ലയിലാകമാനം മികച്ച സാന്നിധ്യമാകാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്ക് മേളകൾ നടക്കുന്ന സമയത്ത് സയൻസ് വർക്ക് എക്സ്പീരിയൻസ്, സോഷ്യൽ സയൻസ് ഫെയറുകളിലൊക്കെ തന്നെ നമുക്ക് സബ് ജില്ലയുടെ ചാമ്പ്യന്മാരായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കായിക രംഗത്ത് പെൺകുട്ടികളുടെ ഇനത്തിൽ സബ് ജില്ലാ തലത്തിൽ നമുക്ക് ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസന രംഗത്ത് നമുക്ക് നിരവധി പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും തനതായും ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു സമഗ്ര വികസനത്തിന് അവരുടെ മാനസികമായും അക്കാഡമിക്കായും ശാരീരികമായും ഒക്കെ തന്നെയുള്ള ബഹുവിധമായ ശേഷികൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ എന്ന തലത്തിൽ നമ്മൾക്കൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് പറ്റുന്നതായ ഒരു ടീമാണ് ഉള്ളത് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മികച്ച അധ്യാപക അനധ്യാപകരുടെ നില തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്നത്. അത് ഞാനിത് അമുഖമായി പറഞ്ഞത് നമ്മുടെ കുട്ടികൾ എത്തപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ശരിയായ സ്ഥലമാണ്, ഏറ്റവും ശരിയായ ആളുകളുടെ കൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഹയർ സെക്കൻഡറി എന്നത് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം തിരിച്ചറിവ് വന്നിരിക്കുന്ന പേരൻസിനും വന്നിരിക്കുന്ന കുട്ടികൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് ഒരു ട്രയാങ്കുലർ ഫോമാണ്. കുട്ടിയും അധ്യാപകരും രക്ഷകർത്താവും ചേരുമ്പോഴാണ് വിദ്യാഭ്യാസ പ്രക്രിയ പരിപൂർണമാകുന്നത്. ആ അർത്ഥത്തിൽ രക്ഷകർത്താക്കളുടെ പരിപൂർണമായ സഹകരണം ഈ ഒരു അക്കാഡമിക് ഇയറിൽ മുഴുവനായി ഉണ്ടാകണം എന്നാണ് ആമുഖമായി ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സ്കൂളിലെ അനക്കാഡമിക രംഗത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ കൃത്യമായി വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് അധിക സമയം എടുക്കാതെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സാധ്യതകൾ, സ്കൂളിലെ സാധ്യതകൾ പരിപൂർണമായും വിദ്യാർത്ഥികൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ലൈബ്രറി എന്നത് ഏതാണ്ട് 3000-ൽ പരം പുസ്തകങ്ങളുള്ള ഒരു നല്ല ലൈബ്രറിയാണ്. ആ ലൈബ്രറി പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി, ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സാധ്യത ഏറ്റവും ഉചിതമായ രൂപത്തിൽ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. കുട്ടികൾക്കെല്ലാം തന്നെ പത്രമാധ്യമങ്ങൾ വരുത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങൾ കൃത്യമായി കുട്ടികൾക്ക്, ഓരോ കുട്ടികൾക്ക് ആവശ്യമുള്ളത്ര പത്രങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ തക്കവണ്ണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വർഷം നമ്മുടെ ജൂബിലി ഇയർ ആണ്. ജൂബിലി ഇയറിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിന്റെ തലത്തിൽ നടന്നു വരികയാണ്. അത് ഇൻഫ്രാസ്ട്രക്ചറലായിട്ടും മറ്റു തലത്തിലും ഒക്കെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ വശത്തേക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. പുതിയ ബിൽഡിംഗ് ബ്ലോക്ക് അഭ്യർത്ഥിയ മാനേജർ തീരുമാനത്തിന്റെ ഇനിഷ്യേറ്റീവിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. 1 കോടി രൂപയാണ് ഈ ബിൽഡിംഗ് പ്രോജക്റ്റിലേക്ക് മാനേജ്മെന്റ് ചെലവാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിംഗ് നമുക്ക് ഉണ്ട്. ആ ബോർഡിംഗ് ഈ വർഷം കൂടുതൽ ഭംഗിയായി നടത്തത്തക്ക രൂപത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്കൽ മാനേജറായി പ്രവർത്തിക്കുന്ന ജേക്കബിന്റെ ഇനിഷ്യേറ്റീവിൽ ബോർഡിംഗ് ഏറ്റവും ഭംഗിയായി നടക്കുന്നു എന്നുള്ളത് അതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ പൊതുഭരണവും എല്ലാം തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിരിക്കും എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അങ്ങോട്ട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ തരുമ്പോൾ തിരിച്ചും ഞങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഏറ്റവും നല്ല, ഞങ്ങൾക്ക് തരാവുന്ന ഏറ്റവും നല്ല ഗുരുദക്ഷിണ എന്നുള്ളത് ഏറ്റവും മികച്ച വിജയമാണ്. ആ ഏറ്റവും മികച്ച വിജയം നേടത്തക്ക തരത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാകണം. അതിനുവേണ്ടി മത്സരത്തോടെ ഈ വരുന്ന 2 വർഷക്കാലം പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ഈ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. സ്കൂളിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതിന് ചുമതലപ്പെട്ട അധ്യാപകർ ഇവിടെ വിശദീകരിക്കുന്നുണ്ടാകും. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്കൂൾ അച്ചടക്കം എന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. എന്തെങ്കിലും തരത്തിലുള്ള അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ യാതൊരു തരത്തിലുമുള്ള ലീനിയൻസി അക്കാര്യത്തിൽ അധ്യാപകരോ പ്രിൻസിപ്പളോ കാണിക്കുന്നില്ല. കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നത് കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിത് ഒരു തരത്തിലുള്ള ഒരു ഇമ്പോസിഷൻ അല്ല പറയുന്നത്. പക്ഷേ ഗാന്ധിജി പറഞ്ഞതുപോലെ സെൽഫ് ഇമ്പോസ്ഡ് മോറൽ റിസ്ട്രെയിൻ ആണ് കുട്ടികൾ സ്വയം പരിശീലിക്കേണ്ടത്. സ്വയം അടിച്ചേൽപ്പിക്കുന്ന ഒരു അച്ചടക്കമുണ്ട്. സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പാലിക്കേണ്ടതായ ചില അച്ചടക്ക രീതികളൊക്കെ ഉണ്ട്. അത് പാലിക്കാൻ തക്കോണം എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രമാണ് പറയുന്നത്. ഏറ്റവും നല്ല വിജയം നേടുന്ന, നല്ല നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ തന്നെ പ്രയോജനകരമായ നല്ല വിദ്യാർത്ഥികളായി 2 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങിപ്പോകുന്ന ഒരു നിലയിലേക്ക് ഉണ്ടാകണം. ഏറ്റവും ഉജ്ജ്വലമായ വിജയം രാജേഷിക്ക് സമ്മാനിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നിവിടെ ഈ യോഗത്തിന് അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ഞങ്ങളുടെ PTA പ്രസിഡന്റ് ബഹുമാന്യനായ ഗോവിന്ദൻകുട്ടി സാർ അവരുകളാണ്. ഈ സ്കൂളിൽ ഞാൻ പല സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ആക്റ്റീവായ ഒരു PTA പ്രസിഡന്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും സ്കൂളിൽ വരുന്ന ഒരു PTA പ്രസിഡന്റ്. പലപ്പോഴും രാത്രിയിൽ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഓരോ സ്കൂളിന്റെ ന്യൂക്കാൻ ബോർഡ് പരിശോധിക്കാനും അതിന് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാനും തക്ക ശേഷിയുള്ള ഒരു PTA പ്രസിഡന്റാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അതാണ് കഴിഞ്ഞ വർഷത്തെ
വർഷത്തെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. ഇന്നത്തെ ഈ ഫംഗ്ഷനിലും അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ PTA പ്രസിഡന്റാണ്. അദ്ദേഹത്തെ നിറഞ്ഞ ഹൃദയത്തോടെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് BP സജീന്ദ്രൻ അവറുകളാണ്. BP സജീന്ദ്രൻ അവറുകളെ കുറിച്ച് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ പല നിയമസഭാ കോൺസ്റ്റിറ്റ്യൂവൻസികളിൽപ്പെട്ട വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ എങ്ങും കാണാത്ത ഒരു ഇടപെടൽ ഒരു MLA എന്നുള്ള അർത്ഥത്തിൽ ഈ സ്കൂളിന് വേണ്ടി നൽകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഈ സ്കൂളിന്റെ ഞങ്ങളുടെയൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിലാണ്. അത്ര ഇന്റിമസിയോടെയാണ് സ്കൂളിന്റെ പല പ്രവർത്തനങ്ങളിലും MLA ചോദിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിന്റെ കുറെ കമ്പ്യൂട്ടറുകൾ MLA ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായി. ഈ വർഷം പുതിയ ഒരു MLAയുടെ ഒരു പ്രോജക്ട് തന്നെയാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. ഒരു സ്മാർട്ട് ക്ലാസ് റൂം പ്രോജക്ട് ഈ സ്കൂളിലേക്ക് MLA തരികയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ. അതുകൂടാതെ അക്കാഡമിക് രംഗത്ത് MLAയുടെ ഒരു വലിയ ഇടപെടൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പാർലമെന്ററി ലിറ്ററസി ക്ലബുണ്ട്. അതിന് സംസ്ഥാനത്ത് വളരെ ചുരുങ്ങിയ സ്കൂളുകളിൽ മാത്രമാണ് സെമിനാർ നടത്താൻ പണം അനുവദിച്ചത്. നമുക്ക് കഴിഞ്ഞ വർഷം 20,000 രൂപ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്നും MLA തരികയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായി ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ല ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് MLA ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ബഹുമാനപ്പെട്ട BP സജീന്ദ്രൻ അവരുടെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഈ യോഗത്തില് മുഖ്യമായ സന്ദേശം നൽകുന്നത് ഞങ്ങളുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോളേജുകളുടെ മാനേജറായിരിക്കുന്ന ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമനസ് കൊണ്ടാണ്. തിരുമനസിനെ 2 വർഷം മുമ്പാണ് വ്യക്തിപരമായി ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം തിരുമനസിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ ഇടയായി. അത് ആ ക്ലാസിന്റെ ചിന്തകളൊക്കെ തന്നെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ വളരെ സജീവമാണ്. ലിബറേഷൻ തിയോളജിയുടെയും മാനവികതയുടെയും ഒക്കെ മികച്ച ഒരു വക്താവായിരിക്കുന്ന വളരെ സെക്യുലറായ ഒരു ഔട്ട്ലുക്കോടെ കാര്യങ്ങളെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംസാരിക്കാൻ കഴിയുന്ന ബഹുമാനായ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാ ഗുരുനാഥനായ അഭിനന്ദ തിരുമേനിയെ നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യട്ടെ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ ടി കെ പോളേട്ടൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജൂബിലി ആഘോഷത്തിന്റെ ജനറൽ കൺവീനറാണ് ടി കെ പോളേട്ടൻ അവർ. ഇവിടുത്തെ എല്ലാ പരിപാടികളിലും വളരെ നിറഞ്ഞ സാന്നിധ്യമായി ഒരു പേരന്റിനെ പോലെ തന്നെ ഇവിടുത്തെ എല്ലാ പരിപാടികളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ടി കെ പോളേട്ടൻ അവരുടെ വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബോർഡിങ്ങിന്റെ മാസ്റ്ററും നമ്മുടെ സ്കൂളിന്റെ ലോക്കൽ മാനേജറുമായിരിക്കുന്ന ശ്രീ ജയകുമാരൻ അവർ ഒരു സന്തോഷമുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ പേരന്റ് കൂടെ ആയിരിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സമീപ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഡോക്ടർ കുര്യാക്കോസ് തണ്ണിക്കോട് അച്ഛൻ ഈ വർഷമാണ് ഇവിടെ ചാർജെടുത്തത്. അപ്പോൾ തന്നെ 2 തവണ ഇപ്പോൾ തന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. കൂടുതൽ ശക്തമായ സാന്നിധ്യം അച്ഛനിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. അച്ഛനെ വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഞങ്ങളുടെ പേരന്റായിരുന്നു. കഴിഞ്ഞ വർഷം എല്ലാ പരിപാടികളിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. ശ്രീ ഷൈനി ഷാജി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സമീപത്തെ വാർഡ് മെമ്പർ ഞങ്ങളുടെ പേരന്റ് കൂടിയായിരിക്കും മാഡത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വാഗതം പ്രത്യേകം കുടുംബാംഗമാണ്. പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ടതില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കൈത്താങ്ങും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സമയത്തും വേണ്ട അഡ്വൈസ് ആക്സിഡന്റ് വിഭാഗത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ഹെഡ് മാസ്റ്ററെ നമുക്ക് എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും മുഴുവൻ അധ്യാപകരെയും മുഴുവൻ സ്റ്റാഫിനെയും സ്വയം പാടാൻ വന്ന കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.